ഹായ് നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖ മേനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു. പുത്തൻകുരിശിയിൽ നിന്നൊരു സബ്സ്ക്രൈബർ ഉണ്ട്. നിങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ സ്ഥലവും പേരും കൂടി ഒന്ന് പറഞ്ഞാൽ സന്തോഷമായിരിക്കും കേട്ടോ. ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ കേട്ടോ. പിന്നെ അതെ, ഈ ഇട്ട എല്ലാം ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. എല്ലാം നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾക്ക്. ഞാൻ ഇന്നലെ ഉരുളക്കിഴങ്ങിൻ്റെ പൊട്ടറ്റോ പീലും ഒലിവ് ഓയിലും തേച്ചു കേട്ടോ. തേച്ചിട്ട് അപ്പോൾ ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകുമ്പോൾ എണ്ണ കളയണമല്ലോ, അതിനായിട്ട് ഞാൻ നെല്ലിക്കപ്പൊടി മാത്രം തേച്ചതാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ നെല്ലിക്കപ്പൊടി മാത്രം തേച്ചതാണ്. പക്ഷെ ആ ബ്ലാക്ക് നിൽക്കണുണ്ടോ? ഉണ്ടോ? അധികം എണ്ണയില്ല, പക്ഷെ ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ നെല്ലിക്കപ്പൊടി മാത്രം ഇട്ടാലും നമുക്ക് കൂടുതൽ എണ്ണയുള്ളതിനെ മാറ്റാം കേട്ടോ. സോപ്പും ഷാമ്പും ഒന്നും ഉപയോഗിക്കണ്ട കേട്ടോ. വളരെ സന്തോഷം, ഓരോരുത്തർക്കും നല്ല റിസൾട്ട് കിട്ടി തുടങ്ങി എന്ന് പറയുമ്പോൾ അല്ലേ. ശരിക്കും 1-2 ആഴ്ച ആയിട്ടുള്ളൂ അല്ലേ നിങ്ങൾ പരീക്ഷിച്ച് നോക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എളുപ്പം നിങ്ങൾക്ക് ഏതാണോ പാക്ക് പറ്റുന്നത് അത് അപ്പോൾ ഇടാം കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ നെല്ലിക്കപ്പൊടി തേച്ചത് എനിക്ക് ഇടാൻ സമയം കിട്ടിയില്ല വീഡിയോ. ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ. നെല്ലിക്കപ്പൊടി മാത്രമേ ഇട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടില്ല കേട്ടോ. നമ്മുടെ കൂടുതലുള്ള എണ്ണയും അതുപോലെ അഴുക്കൊക്കെ പോകും കേട്ടോ. നെല്ലിക്കപ്പൊടി വെറുതെ വെള്ളം ചേർത്ത് പേസ്റ്റ് പോലെ ആക്കിയിട്ട് തലമുട്ടിലും തലമുടിയിലൊക്കെ തേച്ച് കളയാം. ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. അതെ, ഞാൻ നിങ്ങളുടെ കമൻറ്റിൻ്റെ മറുപടി എന്താണോ നിങ്ങൾക്ക് ആവശ്യം അതൊക്കെ ഞാൻ പറയും കേട്ടോ. കമൻറ്റിലൂടെ ചോദിച്ചോളൂ കേട്ടോ. വീഡിയോയിൽ വന്ന് മറുപടി പറയും. എനിക്കിത് കമൻറ്റിൽ മറുപടി തരാത്തത് വീഡിയോ ആകുമ്പോൾ എല്ലാവർക്കും കേൾക്കാമല്ലോ, അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് പേര് ഫേസ് പാക്കിൻ്റെ പറഞ്ഞിരുന്നു. ഞാൻ ഫേസ് പാക്കിൻ്റെ ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കൂടുതൽ ആൾക്കാരിൽ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എസ് പറയണേ. അപ്പോൾ അധികം പേര് കണ്ടിട്ടില്ല, എന്താണെന്നറിയില്ല. യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വ്യൂസ് വന്നിട്ടില്ല അധികം. അതെല്ലാവർക്കും കിട്ടാഞ്ഞിട്ടാണോ എന്തോ അറിയില്ല കേട്ടോ. അപ്പോൾ കിട്ടിയിട്ടില്ല, കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പറയണം കേട്ടോ കമൻറ്റിൽ. ഞാൻ ആ പാക്ക് വീണ്ടും ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ മുഖത്തെ കറുത്ത പാട് മാറാനും ഗ്ലേസിങ് കിട്ടാനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഫേസ് പാക്ക് ഉണ്ട്. അതുകൂടാതെ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയൊരു പാക്ക് പോലെ കേട്ടോ ഞാൻ പറഞ്ഞുതരാം. അത് പാക്കല്ല, ഓയിലാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യം ഒന്ന് ആവണക്കെണ്ണയാണ് കേട്ടോ. ഈ ആവണക്കെണ്ണ ഇത് അകത്തേക്കും കഴിക്കാൻ പറ്റുന്ന ആവണക്കെണ്ണയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാവുന്നത് ഒലിവ് ഓയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുടി ഹെയർ കെയറിന് വേണ്ടി തയ്യാറെടുത്തല്ലോ. എന്തായാലും നമ്മളിപ്പോൾ തയ്യാറായി, 100% നമുക്ക് ഹെയർ വേണം എന്നായി. നമ്മൾ അതിന് മെനക്കെട്ടാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്നതായി. അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ കുറച്ച് സാധനങ്ങൾ നമ്മളത് വീട്ടിൽ സൂക്ഷിക്കണം കേട്ടോ. ഇതുപോലെ ആവണക്കെണ്ണ, ഒലിവ് ഓയിൽ ഒരു 100 ml മതി. അധികം വലുത് വേണമെന്നൊന്നുമില്ല കേട്ടോ. 100 ml ആവണക്കെണ്ണ വേണം, ഒലിവ് ഓയിൽ വേണം, കടുകെണ്ണ വേണം. കടുകെണ്ണയുടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ സൂക്ഷിച്ച് വെക്കണം. പിന്നെ കൂടാതെ കുറേ ആയുർവേദപ്പൊടികൾ ഇന്നലെ കമൻറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ആയുർവേദപ്പൊടി സൂക്ഷിച്ചു തുടങ്ങിയെന്ന്. വളരെ സന്തോഷം കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. നെല്ലിക്കപ്പൊടി, മൈലാഞ്ചിപ്പൊടി കേട്ടോ, ഇങ്ങനെയുള്ള ഇരട്ടി മധുരം, മുൾത്താനി മട്ടി, ഇങ്ങനെയുള്ള കുറേ ആയുർവേദ പൊടികൾ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫേസ് പാക്ക് ഇപ്പോൾ വേണം അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ കൂടുതൽ അധികം വെയിൽ കൊള്ളാതിരിക്കുക കേട്ടോ. ഉച്ച സമയത്ത് നല്ല കടുത്ത വെയിലുള്ള സമയത്ത് നമ്മൾ ഡയറക്റ്റ് വെയിൽ കൊള്ളാതെ മാക്സിമം ശ്രമിക്കാം കേട്ടോ. പിന്നെ ചിലർക്ക് കൊള്ളേണ്ടി വരും. അപ്പം നമ്മളത് വന്നിട്ട് തിരിച്ച് ഇതുപോലെ പാക്കും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ചെറിയൊരു ടിപ്പാണ് കേട്ടോ. നമുക്കിതിപ്പോൾ ഈവനിങ് ടൈമിൽ യൂസ് ചെയ്യാം കേട്ടോ. കണ്ടോ, അല്പം ആവണക്കെണ്ണ എടുക്കുക ഒരു പാത്രത്തിൽ. കണ്ടോ, അത്രയും തന്നെ ഒലിവ് ഓയിൽ എടുക്കുക. അത്രയും തന്നെ ഒലിവ് ഓയിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. നമ്മളത് എല്ലാ തലമുടിയിലും അകത്തൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. കണ്ടോ, ഇത് സമ എടുക്കാം നമുക്ക്. എന്നിട്ട് ഇതൊന്ന് പതുക്കെ ഒന്ന് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം.
ഈ ആവണക്കണ്ണയ്ക്ക് ഇത്തിരി കൊഴുപ്പ് കൂടുതലാണ് കേട്ടോ, കട്ടി കൂടുതലായിട്ട് തോന്നും. നമ്മൾ ശരിക്കും ഡൈല്യൂട്ടായിട്ട് നമ്മൾ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ഒന്ന്, നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് രാവിലെ എണീറ്റ വഴി ബ്രഷ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റ വഴി കുളിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതുപോലെ ഈ ഒലിവ് ഓയിലും ആവണക്കെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് മുഖത്ത് കംപ്ലീറ്റ് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഈ കറുത്ത പാടുകളൊക്കെ ഇങ്ങനെ ഡെയിലി യൂസ് ചെയ്ത് നമ്മളിതൊരു റൊട്ടീനായിട്ട് എടുത്താൽ മതി കേട്ടോ. നമ്മൾ രാവിലെ എണീക്കുക, ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് മുഖം കഴുകുന്ന സമയത്ത് ഇതൊന്ന് തേച്ച് പുരട്ടി വയ്ക്കുക. പിന്നെ കുളിക്കാൻ സമയത്ത് കഴുകി കളഞ്ഞാൽ മതി. കടലപ്പൊടി ഇട്ട് കഴുകണം കേട്ടോ, അപ്പോൾ നല്ല ഗ്ലേസിങ് കിട്ടും. മാക്സിമം സോപ്പ് ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. ഇത് തേച്ച് കഴിഞ്ഞ് നമ്മൾ കുളിക്കാൻ നേരത്തെ എന്തായാലും ഒരു 20 മിനിറ്റെങ്കിലും ഇത് വെച്ചാൽ നല്ലതാണ്. എന്നിട്ട് നമ്മൾ കുളിക്കാൻ നേരത്ത് അല്പം കടലപ്പൊടി കൂടി കൊണ്ടുപോകുക. അത് ഇത്തിരി വെള്ളം ചേർത്ത് പേസ്റ്റ് ആക്കാം. ഇത് കഴുകി കളയണോടുകൂടി കടലമാവ് ആ പൊടിയും തേച്ച് കഴുകിക്കളയാം കേട്ടോ. സോപ്പ് ഉപയോഗിക്കേണ്ട, അപ്പോൾ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പം ഇത് ഒന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഈവനിങ് സമയമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ മേലൊക്കെ കഴുകി കഴിഞ്ഞ് ഈവനിങ് സമയത്ത് ഇതുപോലെ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മൾ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ താഴത്തുനിന്ന് മുകളിലേക്ക് വേണം കേട്ടോ അപ്ലൈ ചെയ്യാൻ. എപ്പോഴും മുകളിലേക്ക് വേണം അപ്ലൈ ചെയ്യാൻ. ഇങ്ങനെ തേച്ച് കണ്ണിൻ്റെ തടത്തിലും ഈ ആവണക്കണ്ണ ഇതുപോലെ കറുത്ത പാടൊക്കെ മാറ്റും കേട്ടോ. നമ്മുടെ ഡെഡ് സെൽസിനെ മാറ്റാനുള്ള കഴിവുണ്ട് കേട്ടോ ഇതിന്. ഈ കൂടുതലും ഫേസിൽ വരുന്ന ബ്ലാക്ക് എന്ന് പറയുന്നത് കഫം കൊണ്ട് നമുക്ക് കളർ മാറാം കേട്ടോ. കഫം ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് ആവും ഫേസ് കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നസ്യം ചെയ്യാം. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ, നസ്യം ചെയ്യാം. അണുതൈലം എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. അണുതൈലം ഒരു കുഞ്ഞു ബോട്ടിലാണ്. അപ്പോൾ അധികം കഫമുള്ളവർക്ക് അതെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഒരു ബോണിയിൽ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുക. തിളച്ച് കഴിഞ്ഞ് അത് സ്വിം ചെയ്യുക, അടുപ്പ് സ്വിം ചെയ്തിട്ട് നമ്മൾ തലവഴി മൂടാം. തോർത്തോ എന്തെങ്കിലും വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ തലവഴി മൂടിയിട്ട് നമുക്ക് പാത്രം കാണാൻ പറ്റണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഫേസ് കൊടുത്ത് ആവി പിടിച്ചുകൊണ്ടേ ഇരിക്കാം. ഒരു 5 മിനിറ്റ് ആവി പിടിച്ച് കഴിയുമ്പോൾ ഫേസ് മുഴുവനും വിയർക്കും, നമ്മൾ കഫം മുഴുവനും ഇളകും. അപ്പം നമ്മൾ അത് കഴിഞ്ഞ് മുഖം തുടച്ച് കഴിഞ്ഞിട്ട് ആദ്യം 2 തുള്ളി വീതം 2 മൂക്കിൽ ഒഴിക്കുക അണുതൈലം. പിറ്റേ ദിവസം 3 തുള്ളിയാക്കാം. അത് കഴിഞ്ഞിട്ട് 4 തുള്ളിയാക്കാം. സെയിം റൊട്ടീൻ ആയിട്ട് നമ്മൾ ചെയ്യാം കേട്ടോ. സെയിം പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിലവർക്ക് കഫം ചീറ്റിപ്പോകും അല്ലേ. അപ്പോൾ ചിലവർ പറയും കഫം ഇല്ല എന്ന് പറയും, പക്ഷേ അകത്ത് കഫം ഉണ്ടാവും, നമുക്ക് അതറിയാൻ പറ്റുന്നുണ്ടാവില്ല കേട്ടോ. ചിലത് മോഷനിലൂടെ പോകും, ചിലത് മൂക്കിൽ കൂടി ചീറ്റിപ്പോകും, ചിലത് വായിൽ കൂടി തുപ്പിക്കളയും. അപ്പോൾ പലതരത്തിലായിരിക്കും നമുക്ക് ഈ കഫത്തിൻ്റെ പ്രശ്നം ഉണ്ടാവുക കേട്ടോ. അപ്പോൾ കഫം കൊണ്ടിട്ട് ഫേസ് ബ്ലാക്കായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലർക്ക് അറിയാമല്ലോ, കഫത്തിൻ്റെ പ്രകൃതമുള്ളവർ മുഖമൊക്കെ ഇങ്ങനെ വീർത്ത് തടിച്ചൊക്കെ ഇരിക്കും, നീര് വീണ പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അണുതൈലം നല്ലതാണ് കേട്ടോ. അണുതൈലം മേടിച്ചിട്ട് ആദ്യം തന്നെ 2 തുള്ളി ഒഴിക്കാവൂ, പിന്നെ കൂട്ടി വന്നാൽ മതി കേട്ടോ. കുറച്ച് ഇത് ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ തല ബാക്കിലേക്ക് ചെരിച്ചിടുക. അപ്പോഴാണ് ഈ ഈ ഓയിൽ മൂക്കിലേക്ക് വലിച്ചു കയറ്റാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് നെറ്റിയിലൊക്കെ കഫമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് പോകും കേട്ടോ. അപ്പം ഡെയിലി യൂസ് ചെയ്യാം, ഒരാഴ്ച അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോഴധികം അതിൻ്റെ മാറ്റം വരും കേട്ടോ. കഫമൊക്കെ ഉണ്ടെങ്കിൽ മൂക്കി തുപ്പി അങ്ങനെയൊക്കെ ആയിട്ട് പോകാൻ പറ്റും. അതുപോലെ ഒരുപാട് കഫമുള്ളവർക്ക് ശിരുശൂലാദി എന്ന് പറഞ്ഞ ടാബ് ഉണ്ട് കേട്ടോ. ശിരുശൂലാദി അത് ഡെയിലി കഴിക്കണം നല്ലതാണ് കേട്ടോ. കഫമൊക്കെ മാറാനൊക്കെ നല്ലതാണ്. പിന്നെ വെറ്റില നീരും പനിക്കുറുക്കയുടെ ഇലയും ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. വെറ്റിലയും ഒരു 3 വെറ്റില, അതുപോലെ 3 പനിക്കുറുക്കയുടെ ഇല എടുത്തിട്ട് ഒരു ലക്ഷ്മി ഗുളികയുണ്ട്, ലക്ഷ്മി വിലാസ് എന്ന് പറഞ്ഞ ഗുളികയുണ്ട്. അത് അരച്ചിട്ട് നിങ്ങൾക്ക് 2 നേരം കഴിക്കാം. രാവിലെയും കഴിക്കാം, ഈവനിങ്ങിലും കഴിക്കാം. അങ്ങനെ ഒരാഴ്ച നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ മാറ്റം ഉണ്ടാവും കേട്ടോ. അതുപോലെ ശിരുശൂലാദിയും കഴിക്കാം, കഫമൊക്കെ പോകാൻ നല്ലതാണ് കേട്ടോ. ടാബ്ലറ്റാണ്, പഥ്യങ്ങളൊന്നുമില്ല കേട്ടോ. ഈ പറയണതിനൊന്നും പഥ്യമൊന്നുമില്ല കേട്ടോ.
അത് പേടിച്ച് കഴിക്കാതിരിക്കണ്ട. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ കഫം കുറയാനും പിന്നെ തലവേദന എടുക്കുന്നവർക്കും നല്ലതാണ് കേട്ടോ ശുരുശുലാതി. ഈ തലവേദന കഫം കൊണ്ട് തലവേദന ഉണ്ടാവും. ഞാൻ ഇരുന്നിരുന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ, ഫേസിലിട്ടിട്ട് ഉണ്ടോ. എനിക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരണം നിങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് ഒരു സംശയമില്ലാത്ത രീതിയിൽ വേണം ചെയ്യാൻ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാം കേട്ടോ. ഇത് സ്കിന്നിനും കൂടി നല്ലതാണ്. അപ്പോൾ ഈ കഫമുള്ളവർ എന്താ ചെയ്യുക, തലവേദന ഉണ്ടാവും കഫം ഉണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ നസ്യം ചെയ്താൽ തലവേദന മാറും. അതുപോലെ ഏത് പഴകിയ കഫമാണെങ്കിലും പോവാത്തത് ഇങ്ങനെ നസ്യം ചെയ്താൽ മതി കേട്ടോ. ആദ്യം ആവി പിടിക്കാം, തോർത്ത് തലയിലിട്ടിട്ട് വലിക്കുക കേട്ടോ. വായിക്കൂടി എടുത്തിട്ട് മൂക്കിക്കൂടി വിടാം. ആവി വായിക്കൂടി എടുക്കുക, വലിച്ചെടുക്കുക, എന്നിട്ട് മൂക്കിക്കൂടി വിടാം. അങ്ങനെ ഒരു 5 മിനിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വിയർക്കും. അല്ലെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കാം സമയം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് തുടച്ച് കഴിഞ്ഞിട്ട് ഈ അണുതൈലം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തലവേദന മാറും, കഫം മാറും. കഫം ഉണ്ടെങ്കിൽ തല ചൂടായാലും ഇതുപോലെ മുടി കൊഴിച്ചിലുണ്ടാവും കേട്ടോ. ഇതൊരു ചെറിയ വിദ്യകളാണ് കേട്ടോ. ഇതിന് വലിയ പഥ്യമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് സ്വയം ഇതുപോലെ ചികിത്സിക്കാം വീട്ടിൽ കേട്ടോ. നുറുക്ക് വിദ്യ എന്ന് പറയില്ലേ, അതാണ് നുറുക്ക് വിദ്യ. ഇതൊക്കെ വീട്ടിലെ അമ്മമാർ, അനിയത്തിമാർ, ചേച്ചിമാർ എല്ലാവരും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. കുട്ടികൾക്ക് വന്നാലും ഇതുപോലെ ചെയ്യാം കേട്ടോ. അതുപോലെ കഫം ഉണ്ടെങ്കിൽ ശരിയാവും. പിന്നെ ലിവറിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ബ്ലാക്ക് വരും കേട്ടോ. ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചാൽ മതി കേട്ടോ. എല്ലാവർക്കും ഇതാണ്. അപ്പോൾ ദഹനം ശരിയാക്കാം, ലിവറിൻ്റെ പ്രശ്നം ഇല്ലാണ്ടിരിക്കാൻ കേട്ടോ. ചൊരക്ക നല്ലതാണ് കേട്ടോ. ഇതിനൊക്കെ ലിവറിൻ്റെ പ്രശ്നത്തിന് കുമ്പളങ്ങ നീര് കഴിക്കണ പോലെ ചൊറുക്ക നീര് കഴിക്കാം. ഞാനതൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ. പിന്നെ ക്യാരറ്റ് ജ്യൂസ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഡെഡ് സെൽസിനൊക്കെ മാറ്റും കേട്ടോ. ഡെഡ് സെൽസിനെ മാറ്റി നല്ല സ്കിന്നാവും കേട്ടോ. ഇങ്ങനെ നമ്മൾ തേച്ച് പിടിപ്പിക്കാം, എന്നിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ഈവനിങ് ടൈമിൽ ഇതായിട്ട് രാത്രി കിടക്കാൻ നേരത്ത് ഒന്നില്ലെങ്കിൽ വാഷ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഇത് മുഴുവനും നമ്മൾ എണ്ണ വലിച്ചെടുക്കും ഫേസ് കേട്ടോ. എണ്ണ വലിച്ചെടുത്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴുകി കളയണമെന്നില്ല, പിറ്റേ ദിവസം കഴുകിയാലും മതി. ഉറുമ്പൊന്നും വരില്ല കേട്ടോ, പേടിക്കണ്ട. ചിലർക്ക് അയ്യോ ഞാൻ എണ്ണയൊക്കെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് കടിക്കുമോ പാറ്റ നക്കുമോ എന്നൊക്കെ തോന്നും. അപ്പോഴത്തേക്കും വലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും മുഖത്ത് കേട്ടോ. അപ്പോൾ ഈ ആവണക്കെണ്ണ ഇതുപോലെ നൈറ്റിൽ പരട്ടി കഴിഞ്ഞാൽ നല്ലതാണ്. ഈ ബ്ലാക്ക് ഉള്ളിടത്തൊക്കെ പരട്ടി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ താഴത്തുനിന്ന് ഇങ്ങനെ മുകളിലേക്ക് വേണം അപ്ലൈ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ ഫേസ് പാക്കിൻ്റെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ എന്താണോന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പുമായിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലതാണ്.